നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മതസൗഹാർദ്ദ സന്ദേശവുമായി പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ദേശോത്സവമായി ആഘോഷിച്ചു. മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്രയിൽ 10,000 അണിനിരന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് പട്ടാമ്പി 111ാമത് നേർച്ച ദേശോത്സവമായി ആഘോഷിച്ചു. നേർച്ചയോടനുബന്ധിച്ച് വൈകിട്ട് ടൗണിൽ മതസൗഹാർദ്ദ നഗരപ്രദക്ഷിണ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിക്ക് കീഴിൽ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 50ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടന്നത്. മേലെപ്പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നുമാണ് ഘോഷയാത്രയുടെ തുടക്കം. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ ഘോഷയാത്രയിൽ മുൻനിരയിൽ അണിനിരന്നു. കരിവീരന്മാരും താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ആഘോഷത്തിന് മിഴിവേകി. രാത്രിയോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗജസംഗമവും ഒരുക്കി. പുലർച്ചെ മരുതൂർ തെരുവിൽ നിന്നുമുള്ള പെട്ടിവരവോടെയാണ് നേർച്ച ചടങ്ങുകൾക്ക് സമാപനമായത്. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടി. ഇതേ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്ക്. പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന ഇഴഞ്ഞോടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർക്ക് പരിക്ക് പറ്റി. രാത്രി 10:30 മണിയോടെയായിരുന്നു സംഭവം. പേരൂർ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മേലെപ്പട്ടാമ്പിയിൽ നിന്നും ഘോഷയാത്രയായി പോകുന്നതിനിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ആന ഇടഞ്ഞത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഓടിയ ആന പട്ടാമ്പി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. ഇതിനിടെ പാപ്പാമ്മ ചേർന്ന് ആനയെ തളയ്ക്കുകയും ചെയ്തു. ആന ഓടുന്ന സമയം ആനപ്പുറത്ത് 3 പേർ ഉണ്ടായിരുന്നെങ്കിലും ഇവർ താഴെ വീഴാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി. ആന ഓടുന്നത് കണ്ട തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്കാണ് പരിക്ക് പറ്റിയത്. ആന ഇടഞ്ഞതോടെ പട്ടാമ്പി UP സ്കൂളിലെ ഗേറ്റ് ചാടിക്കടന്ന ഒരാൾക്കാണ് കാലിൽ കമ്പി കയറിയുള്ള പരിക്ക് പറ്റിയത്. നെയ്യാറ്റിൻകര സ്വദേശിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. തുടർന്ന് എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ഭയം കൊണ്ട് മാത്രമാണ് മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. പട്ടാമ്പി ദേശോത്സവം ഹരിതോത്സവമാക്കി മാറ്റി നഗരസഭയിലെ ഹരിതകർമ്മസേന. 2 ദിവസവും ശുചീകരണ പ്രവൃത്തികളുമായി ഹരിതകർമ്മസേന ടൗണിൽ സജ്ജമായിരുന്നു. പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലായിരുന്നു പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി. പട്ടാമ്പി ദേശോത്സവം ഹരിതോത്സവമാക്കി മാറ്റുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു നേർച്ചാഘോഷം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ചാണ് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പ്രത്യേക ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. നഗരത്തിൽ അലക്ഷ്യമായി കിടന്നിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തുമാറ്റിയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയുമായിരുന്നു ഹരിതകർമ്മസേന അംഗങ്ങൾ പ്രവർത്തന രംഗത്ത് സജീവമായത്. നേർച്ചാഘോഷം ഹരിതോത്സവമാക്കുവാൻ പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ഞായറാഴ്ച നടപ്പാക്കിയ ശുചീകരണങ്ങൾക്ക് പുറമെ
തിങ്കളാഴ്ച രാവിലെ മുതൽ ടൗണിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ശുചീകരണ പ്രവൃത്തികളാണ് നടപ്പാക്കിയത്. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സംഗീത, സ്വാമിനാഥൻ, KM മഹിമ, താഹിറ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പട്ടാമ്പി നേർച്ചയുടെ നടത്തിപ്പിൽ പാകപ്പിഴയെന്ന് സബ് കമ്മിറ്റികൾ. നേർച്ചയുടെ പ്രധാന ആകർഷണമായ നഗരപ്രദക്ഷിണ ആഘോഷയാത്ര മുഴുമിപ്പിക്കാൻ സമ്മതിക്കാത്ത പോലീസ് നടപടിയിൽ വായ്പാട്ടുപാടി നൃത്തം ചവിട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നൃത്തരൂപവും മുത്തുകുടയും ബാൻഡ് താളങ്ങളുമായി 10,000-കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ആഘോഷയാത്ര നടക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് അധികാരികൾ പരിപാടി അവസാനിപ്പിക്കാൻ പറഞ്ഞത്. ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് മേക്കാടൻ ഞാങ്ങാട്ടിരി കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് TM നഹാസ് പറഞ്ഞു. നേർച്ചയാഘോഷത്തിൽ പങ്കാളികളായ കാണികൾ അടക്കമുള്ള എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് നടത്തുന്ന ആഘോഷ പരിപാടിക്ക് മാന്യത നൽകാൻ അധികാരികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് എല്ലാ സമയത്തും ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ പരിപാടികൾ നടത്തുന്നതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം കച്ചറകൾ സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ അധികാരികൾ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ബാൻഡ് വാദ്യങ്ങൾ 10:45 കൂടി അവസാനിപ്പിക്കുന്ന ഒരു രൂപമുണ്ടായത്. അതിനെതിരെ പ്രതിഷേധമായിക്കൊണ്ടാണ് ഇവിടെയുള്ള ഉപാഘോഷ കമ്മിറ്റിയായ മേക്കാടൻസ് ഈ കൈകൊട്ടിപ്പാട്ടുമായിട്ട് ഈ പട്ടാമ്പിയുടെ തെരുവീതിയിലൂടെ നടന്നു പോകുന്നത്. അടുത്ത തവണത്തെ നേർച്ചാഘോഷ കമ്മിറ്റിയും പോലീസും ഉപാഘോഷ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് കച്ചറയും മറ്റുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഉപാഘോഷ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകി 12 മണി വരെ ഈ ഘോഷയാത്ര നടത്തുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ കമ്മിറ്റി അടുത്ത ദേശീയോത്സവത്തിൽ കാണണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പതിനഞ്ച് വയസ്സുകാരിയെ കഞ്ചാവ് നൽകി ബലാത്സംഗം ചെയ്ത കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. ചാലിശ്ശേരി പെരിങ്ങോട് സ്വദേശി 23 വയസ്സുള്ള ചേരപ്പറമ്പിൽ അജ്മൽ, ചങ്ങരംകുളം ആലങ്കോട് മാമാണിപ്പടി സ്വദേശി 22 വയസ്സുള്ള ഷാബിൽ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരംകുളം പോലീസും ചേർന്ന് പിടികൂടിയത്. 2023 സെപ്റ്റംബറിലാണ് സംഭവം. കോഴിക്കോട് സ്വദേശിനിയായ 15-കാരിയെ പെരിങ്ങോട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് പെരിങ്ങോടുള്ള അജ്മലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ഇരുവരും ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. പെൺകുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 വർഷത്തിനു ശേഷം നടന്ന കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി സംഭവങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ സഹയാത്ര വളണ്ടിയർമാരുടെ സന്നദ്ധ പ്രവർത്തനം മാതൃകയായി. ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വളണ്ടിയർമാർ കൈത്താങ്ങായി മാറി. M കൃഷ്ണപ്രസാദ്, ജിനു കൗക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ 100ഓളം അംഗങ്ങളാണ് സേവനം ഒരുക്കിയത്. എല്ലാവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഭക്ഷണം എത്തിക്കുന്നതിലും ഇവർ മുന്നിൽ നിന്നു. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ഒരുപാട് സ്പീഡ് പോയവരായിട്ടുള്ള താണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ഏറ്റവും മനോഹരമായി നടത്തണമെന്നുള്ള തിരിച്ചറിവാണ് ഒരു നാട് മുഴുവൻ ഇതിൻ്റെ വളണ്ടിയർമാരായിട്ട് എത്തിയത്. സഹയാത്രയുടെ ടീഷർട്ടും ഇന്നലെ 2 ദിവസമായി ഇതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് വളണ്ടിയർമാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എല്ലാവരും ആ ഒരു ആഘോഷത്തിൽ കൂടിയിട്ടാണ് ഇത് നമ്മുടെ കടമയായിട്ട് കണ്ടിട്ടാണ്. ചെറുപ്പക്കാരോ പ്രായമായവരോ ഒന്നുമില്ലാതെ സ്ത്രീകളോ കുട്ടികളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി തയ്യാറാണ്. ഇത് എന്തായാലും ഇത് ചാലിശ്ശേരിയുടെ ഒരു അഭിമാന നിമിഷവും ഒരു ആഘോഷവും. സംസ്ഥാന ബജറ്റിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയുടെ ഭാഗമായി കൂറ്റനാട് സബ് ട്രഷറിക്ക് മുന്നിൽ KSSPA തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക, IAS-കാർക്കും ന്യായാധിപർക്കും സമയാസമയം നൽകിയ അതേ DR കുടിശ്ശികകൾ ഉടൻ തങ്ങൾക്കു നൽകുക, വർദ്ധിപ്പിച്ച ഭൂനികുതി കുറയ്ക്കുക, ക്ഷേമ പെൻഷൻ തുക കൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് OP ഉണ്ണി മേനോൻ ഉദ്ഘാടനം ചെയ്തു.
തൃത്താല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലം സെക്രട്ടറി വി.കെ. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ. മൂസക്കുട്ടി, ജില്ലാ കമ്മിറ്റി മെമ്പർ യു. വിജയകൃഷ്ണൻ, വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് കെ.സി. രാജഗോപാലൻ, രാജൻ പൊന്നുള്ളി, വി.എ. ശ്രീനിവാസൻ, എ.എം. ഹംസ മാസ്റ്റർ, മുരളി മൂത്താട്ട്, മാധവൻ മാസ്റ്റർ, വി.ആർ. ഋഷഭദേവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം CCTVയും റാണി മെനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ CCTV ഹാളിലാണ് ക്യാമ്പ് നടക്കുക. പ്രമുഖരായ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തും. ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 89 43 35 14 00 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് ബുക്ക് ചെയ്യേണ്ടതാണ്. കൂറ്റനാട് കട്ടിൽമാടം കണിയാട്ടിൽ ശോഭ നിര്യാതയായി. 64 വയസ്സായിരുന്നു. പരേതനായ പരേടത്തിൽ കൃഷ്ണൻകുട്ടി നായർ ഭർത്താവാണ്. രതീഷ്, രാജി എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. ചാലിശ്ശേരി കൗക്കോട് പൊന്നഞ്ചേരി പരേതനായ നാരായണൻ നായരുടെ ഭാര്യ തങ്കമ്മു അമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. അശോകൻ, ശശിധരൻ, പ്രസന്ന, ജയന്തി എന്നിവർ മക്കളാണ്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.